തൃപ്പൂണിത്തുറയിൽ എല്ലാ പാർട്ടി പ്രവർത്തകരും അങ്ങോട്ടേക്ക് എത്തി അവിടെ കൊട്ടിക്കലാശം അവിടെയും അങ്ങനെ ആടിച്ചു കയറുകയാണ്. തൃപ്പൂണിത്തുറയിലൊക്കെ വലിയ രാഷ്ട്രീയ ചർച്ച, ഡീലൊക്കെ രാഷ്ട്രീയ ചർച്ചയായ സ്ഥലമാണ് തൃപ്പൂണിത്തുറ. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഡീലോ ഏതെങ്കിലും തരത്തിൽ ആവേശത്തിന്റെ കുറവ് ഉണ്ടായിട്ടില്ല. തൃപ്പൂണിത്തുറ 2020 ആണെങ്കിൽ കൂടിയും അവിടെയും അവിടെ BJP പ്രവർത്തകർ വലിയ കൊടികളൊക്കെ ഉണ്ട്. അപ്പുറത്ത് CPM കൂടി, അപ്പുറത്ത് കോൺഗ്രസിന്റെ കൂടി ഏതെങ്കിലും തരത്തിൽ ആവേശക്കാഴ്ച കുറവില്ല. ഡ്രമ്മുകൾ, ഡോലക്കുകൾ, ഈ പറയുന്ന താളമേള വിസ്മയം തീർക്കാൻ ആവശ്യം ഉപകരണങ്ങളുമായി അങ്ങനെ തെരുവുകൾ വാഴുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരാണ് ഇവരൊക്കെ ഏതെങ്കിലും തരത്തിൽ പദവി മോഹമില്ലാതെ, ഏതെങ്കിലും തരത്തിൽ ധനമോഹമില്ലാതെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന സാധുക്കളാണ്. ആരാണവിടെ? ശ്രീനാഥ് ചന്ദ്രൻ, കോഴിക്കോട് നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുന്നു. പറയൂ ശ്രീനാഥ്, എന്താണ് കോഴിക്കോട്ടെ വിവരങ്ങൾ? പാളയത്ത് നിന്നുള്ള, കോഴിക്കോടിന്റെ ഹൃദയഭാഗമായ പാളയത്ത് നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ രണ്ട് മുന്നണികളുടെയും പ്രവർത്തകർ ഇതിനോടകം തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ കാണുന്നതല്ല പാളയത്ത് ഇനി നാം കാണാനിരിക്കുന്ന കാഴ്ചകൾ. കാരണം ഇനി അങ്ങോട്ട് ഏതാണ്ട് 1 മണിക്കൂർ കുറവ് സമയമേ ഉള്ളൂവെങ്കിൽ കൂടി കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ട് എത്തേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പാളയത്ത് പ്രവർത്തകരെ കൊണ്ടൊരു സമുദ്രം തീർക്കാനാണ് ഇരു മുന്നണികളുടെയും ശ്രമം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് ഈ കോഴിക്കോട് സൗത്ത് മണ്ഡലം. പാളയം വരുന്ന ഈ സൗത്ത് മണ്ഡലം, ഇവിടെ അഹമ്മദ് ദേവർകോവിലാണ് INLലെ സ്ഥാനാർത്ഥി. ബക്കറ്റ് ചിഹ്നവുമായി പ്രവർത്തകർ ബക്കറ്റ് മേന്തിക്കൊണ്ട് തന്നെ പ്രവർത്തകർ എത്തുന്നു. ബക്കറ്റിലേക്ക് വോട്ടുകൾ എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ അവസാന നിമിഷവും പ്രചാരണത്തെ, ആ കൊട്ടിക്കലാശത്തെ ആവേശത്തിലേക്ക് മാറ്റുന്നത്. മറുവശത്ത് ഏതാണ്ട് പാളയം ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തായാണ് കോൺഗ്രസിന്റെ, UDFന്റെ, മുസ്ലിം ലീഗിന്റെ പര്യടനം, അവരുടെ കൊട്ടിക്കലാശം നടക്കുന്നത്. ഇത്തവണ ലീഗ് അവരുടെ പരമ്പരാഗതമായ ഈ സീറ്റ് അത് തിരിച്ചു പിടിക്കും എന്നുറപ്പിച്ച് തന്നെ അവർ പ്രചാരണം നടത്തുന്നു. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ സീറ്റ് തിരിച്ചു പിടിക്കേണ്ടത് അവരുടെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ്. ഒരു കാലത്ത് MK മുനീർ എന്ന തലമുതിർന്ന നേതാവ് വഹിച്ചിരുന്ന സീറ്റാണ്. പിന്നീട് INL ഉണ്ടായ പിളർപ്പ്, INLിലൂടെ അഹമ്മദ് ദേവർകോവിൽ ഈ സീറ്റ് പിടിച്ചെടുക്കുന്നത്. അതാണ് ചരിത്രം 2021. പക്ഷേ ഇത്തവണ ചരിത്രം വീണ്ടും തിരുത്തി കുറിക്കും എന്നതാണ് ലീഗ് പ്രവർത്തകർ പങ്കുവയ്ക്കുന്ന ആവേശം. അങ്ങനെ പാളയത്തേക്ക് ഇപ്പോൾ രണ്ട് മുന്നണികളുടെ പ്രവർത്തകർ എത്തുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.